നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു റിസർച്ച് പ്രോഗ്രാമിനെ കുറിച്ചാണ് പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി യങ് സയന്റിസ്റ്റിനും യങ് റിസർച്ചേഴ്സിനും നൽകുന്ന ഒരു റിസർച്ച് പ്രോഗ്രാമാണ് DBT റിസർച്ച് അസോസിയേറ്റ്ഷിപ്പ് ഇൻ ബയോടെക്നോളജി ആൻഡ് ലൈഫ് സയൻസസ്. ഇത് 2024-25 ആപ്ലിക്കേഷൻ ലൈവ് ആണ്. ഇപ്പോൾ നവംബർ സ്റ്റാർട്ട് ചെയ്ത് ജനുവരി 3 വരെ ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. യങ് റിസർച്ചേഴ്സിനെയും യങ് സയന്റിസ്റ്റിനെയും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാം അവർ 1999 തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബയോടെക്നോളജിയുടെ അതുപോലെ തന്നെ ബയോളജിയുടെയും പുതിയ പുതിയ മേഖലകളിൽ ഗവേഷണം നടത്തി മികച്ച മനുഷ്യ വിഭവശേഷി രൂപപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് ഈ പദ്ധതി. അപ്പോൾ ഇതിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അത് നമുക്ക് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നോക്കാം. ആപ്ലിക്കൻസ് സയൻസിലോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിലോ PhD ഡിഗ്രി ഉള്ളവരായിരിക്കണം. അതല്ലെങ്കിൽ മെഡിസിനിൽ MSO അല്ലെങ്കിൽ MDO ഡിഗ്രി ഉള്ളവരായിരിക്കണം. ഇതോടൊപ്പം തന്നെ അവർക്കൊരു ഗുഡ് അക്കാഡമിക് റെക്കോർഡും അതുകൂടാതെ അവർക്ക് ബയോടെക്നോളജി ലൈഫ് സയൻസ് മേഖലകളിൽ ഗവേഷണം നടത്താനുള്ള ഇൻട്രസ്റ്റും ഉണ്ടായിരിക്കും. ഇത് നിങ്ങൾ PhD കഴിഞ്ഞിട്ടില്ല എങ്കിലും നിങ്ങളുടെ തീസിസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ളവർക്ക് അവർ ഈ PhD ക്വാളിഫൈ ചെയ്യുന്നത് വരെ അവരുടെ ഫെലോഷിപ്പ് എമൗണ്ട് മറ്റുള്ളവരെക്കാളും കുറച്ച് കുറവായിരിക്കും. അടുത്ത എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ വരുന്നതാണ് ഏജ് ക്രൈറ്റീരിയ. മെയിൽ കാൻഡിഡേറ്റ്സിന് അപ്പർ ഏജ് ലിമിറ്റ് പറയുന്നത് 40 ആണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 45 ആണ് പറയുന്നത്. ആസ് ഓൺ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം ആണ് പറയുന്നത്, അതായത് 3 ജാനുവരി 2025. ഇനി നിങ്ങളുടെ എംപ്ലോയ്മെന്റിനെ കുറിച്ചാണ് അടുത്ത ക്രൈറ്റീരിയ പറയുന്നത്. നിങ്ങൾ ഓൾറെഡി എംപ്ലോയിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ ഫെലോഷിപ്പ് ലഭിക്കാനായിട്ട് നിങ്ങളുടെ എംപ്ലോയ്മെന്റ് നിങ്ങൾ റിലിങ്ക്യൂഷ് ചെയ്യേണ്ടി വരും. അത് ഏത് തരം എംപ്ലോയ്മെന്റ് ആണെങ്കിലും, ടെമ്പററി ആണെങ്കിലും, കോൺട്രാക്ട് ബേസിലാണെങ്കിലും, അതല്ലെങ്കിൽ പെർമനന്റ് ആണെങ്കിലും. ഇനി എവിടേക്കാണ് നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാൻ അവസരം ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ പ്രീമിയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും യൂണിവേഴ്സിറ്റികളിലും ആയിരിക്കും നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാനായിട്ടുള്ള അവസരം ലഭിക്കുക. അത് നോൺ പ്രോഫിറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യും. ഇനി റിസർച്ച് അസോസിയേറ്റ്ഷിപ്പിന്റെ ടെന്യൂർ എത്രയാണെന്ന് നമുക്ക് നോക്കാം. 2 ഇയർ ആണ് ഇതിന്റെ ടെന്യൂർ പറയുന്നത്. അത് ഓരോ വർഷം അവരെ അസസ് ചെയ്യും. അതിനുശേഷമായിരിക്കും റിന്യൂവൽ നടപടികൾ ഉണ്ടാവുക. റിസർച്ചിന്റെ പ്രോഗ്രസ് അനുസരിച്ചിട്ട് എക്സെപ്ഷണൽ കേസസിൽ ഇതിന്റെ ടെന്യൂർ 4 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാവുന്നതാണ്. ഇനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് പറയേണ്ടത്, ഇത് സ്റ്റാർട്ടിംഗ് ഡേറ്റ് 22 നവംബർ 2024 ആണ്. എൻഡ് ഡേറ്റ് 3 ജാനുവരി 2025 അപ് ടു 5 PM വരെയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾക്കിത് വൺസ് ഇൻ എ ലൈഫ് ഓപ്പർച്യൂണിറ്റിയാണ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ നിങ്ങൾക്ക് ഈ റിസർച്ച് അസോസിയേറ്റ്ഷിപ്പ് ലഭിക്കാനായിട്ട് അർഹതയുള്ളൂ. നിങ്ങൾ എവിടെയാണോ റിസർച്ച് ചെയ്യുന്നത് ആ ഹോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ടും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ടും എല്ലാം അവരുടെ ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ PhD ഗൈഡിന്റെ കൂടെ അതല്ലെങ്കിൽ കോ ഗൈഡിന്റെ കൂടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ PhDയോ അല്ലെങ്കിൽ MDയോ അല്ലെങ്കിൽ MSO ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വീണ്ടും നിങ്ങൾക്ക് ഈ ഫെലോഷിപ്പ് ചെയ്യാൻ സാധിക്കില്ല. ഇനി നിങ്ങളുടെ മെന്റർ ഇന്ത്യയിലെ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നല്ലൊരു അക്കാഡമിക് അല്ലെങ്കിൽ റിസർച്ച് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം. അതോടൊപ്പം തന്നെ സയൻസിലോ എഞ്ചിനീയറിംഗിലോ മെഡിസിനിലോ PhDയോ MDയോ അതല്ലെങ്കിൽ MSO ലഭിച്ച ഒരു വ്യക്തി ആയിരിക്കും നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് ഉണ്ടാവുക. അതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഒരു മെന്റർക്ക് അറ്റ് എ ടൈം 2 DBT കൂടുതൽ ഉണ്ടാവുകയില്ല. ഈ റിസർച്ച് അസോസിയേറ്റ്സിന് മന്ത്ലി സ്റ്റൈഫൻഡ് ആയിട്ട് 55,000 റുപ്പീസ് ആണ് ലഭിക്കുക. ഇതുകൂടാതെ ഇയർലി ഗ്രാൻഡ് ആയിട്ട് 50,000 റുപ്പീസും ലഭിക്കും. ഇത് നിങ്ങളുടെ മൈനർ എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യുക, നിങ്ങളുടെ ട്രാവലിംഗ്, കണ്ടിൻജൻസീസ് എന്നിവയ്ക്കായിട്ട് ഈ 50,000 റുപ്പീസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതുകൂടാതെ നിങ്ങൾക്ക് HRAയും അതർ അലവൻസസും ലഭിക്കുന്നതാണ്. നിങ്ങൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് ra.dbtindia.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഈ സൈറ്റിന്റെ അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കുറേ ഡീറ്റെയിൽസ് അതിൽ കൊടുക്കണ്ട. അതായത് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, അക്കാഡമിക് ഇൻഫർമേഷൻ, റിസർച്ച് കോൺട്രിബ്യൂഷൻ, 2 റെഫറിയുടെ ഡീറ്റെയിൽസ്, പ്രൊപ്പോസ്ഡ് റിസർച്ച് വർക്ക്, പ്രൊപ്പോസ്ഡ് മെന്റർ ഡീറ്റെയിൽസും അതുകൂടാതെ തന്നെ പ്രൊപ്പോസ്ഡ് ഹോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനും, ഇതെല്ലാം നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് ആണ്. ഇത് കൂടാതെ നിങ്ങൾ കുറച്ച് സർട്ടിഫിക്കറ്റ്സും അപ്ലോഡ് ചെയ്യാനുണ്ട്. അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുകൂടാതെ നിങ്ങളുടെ PDF ഫോർമാറ്റിലുള്ള നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, കൂടാതെ നിങ്ങളുടെ മെന്ററിൽ നിന്ന് ഒരു കൺസെന്റ് ലെറ്ററും കൂടി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിന്റെ ഫോർമാറ്റ് സൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റ് കൂടാതെ ഇതിന്റെ കോമൺ പോർട്ടലായ fellowships.gov.in എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.
പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ വെബ്സൈറ്റിൽ ഇവരുടെ അഡ്രസ്സ് തന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ടെലിഫോണിക് ആയിട്ടും അതല്ലെങ്കിൽ അവരുടെ അഡ്രസ്സ് ഉണ്ട്, അതിലൂടെ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. Until then, bye from team Amazing Academics.